അതാണ് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി. ആ ആഭ്യന്തരമന്ത്രി എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? നമുക്കറിയാം സമ്പത്ത് രാജ്യത്തിന്റെ ശത്രുക്കൾ കൊടുക്കുന്ന സമ്പത്ത് വാങ്ങുന്ന ധനകാര്യമന്ത്രി അല്ലെങ്കിൽ അതുമായി പങ്കാളിത്തമുള്ള ധനകാര്യമന്ത്രി. ഞങ്ങൾ ഉന്നയിച്ച ആരോപണത്തിന് മറുപടി പറഞ്ഞോ? രാജ്യത്തൊഴുകുന്ന ഹവാല പണത്തിന്റെ ആ പണവുമായി ഇടപാടുകളുമായി കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞു. സംശയിക്കാവുന്ന വിധത്തിൽ പങ്കുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു. അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ നിങ്ങൾ തയ്യാറായോ? തയ്യാറായില്ല. അത് മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം നടത്തിയ ഒരു നെറികേട്, MA ബേബി അടക്കമുള്ളവർ ചെയ്ത നെറികേട്, കേരളത്തിലെ മുഴുവൻ മതസമൂഹവും ഇവിടുത്തെ മുസ്ലിം സമൂഹം മുഴുവൻ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അവരൊക്കെ പറഞ്ഞു ഇത് മതവിരുദ്ധമാണ്. ക്രിസ്ത്യാനികൾ പറഞ്ഞു മതവിരുദ്ധമാണ്, സകല സംഘടനകളും പറഞ്ഞു മതവിരുദ്ധമാണ്. അപ്പൊ നമ്മളെ നാട്ടിൽ NDF-കാരൻ പറഞ്ഞു ഈ പുസ്തകം ഇതുപോലെ നല്ലൊരു ബുക്കില്ല, ഈ ബുക്ക് എന്തിനു മാറ്റണം? ആരായി പറഞ്ഞ പൊട്ടന്മാര്? അതിലെ ചില പാഠങ്ങൾ മാറ്റിയാൽ മതി. എടോ, ഈ പാഠങ്ങളൊക്കെ കൂടിയ സാധന ബുക്ക്, അതെനിക്ക് മനസ്സിലായില്ല. ഈ പാഠങ്ങളൊക്കെ കൂടിയ സാധന ബുക്ക് ഞങ്ങൾ എത്രേ പറഞ്ഞുള്ളൂ. ഏതായാലും ആ പാഠപുസ്തക വിവാദത്തിൽ ഈ LDF-കാരൻ NDF-കാരനെ കൂടെ കൂട്ടി മതസംഘടനകളെ ആക്ഷേപിക്കാൻ ഇല്ലേ? ഈ അവിശുദ്ധമായ ബന്ധങ്ങളെ കുറിച്ച് എന്താ CPM-കാരന് പറയാനുള്ളത്? അത് ഞാൻ ചോദിച്ചപ്പോൾ ജയരാജൻ പറയാൻ, ഷാജി പറഞ്ഞത് ഞാൻ കേൾക്കണില്ല, എന്തോ ഒരു യന്ത്ര തകരാറാണ്. ഞാൻ പറഞ്ഞു ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ കേൾക്കാതിരിക്കുന്നത് നല്ലത്. അതാ നല്ലത്. ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ കേൾക്കാതിരിക്കുന്നത് നല്ലത്. നിങ്ങൾ പറയോ അരിയത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാടി എന്ന് പറഞ്ഞൊഴുകില്ലെങ്കിൽ ഈ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരമുണ്ട്. നിങ്ങൾ ഇവരുമായി ഉണ്ടാക്കിയ ബന്ധം നിങ്ങളുടെ തൊട്ടടുത്തല്ലേ ചെട്ടിപ്പടി. ഇവിടെ വന്ന് ഒരു കളവ് ഞാൻ പറയണോ? ഇവിടുത്തെ ചെട്ടിപ്പടിയിലെ ലീഗിന്റെ പ്രവർത്തകന്മാർ ഇവിടെ ഉണ്ടല്ലോ, അവിടെ ചോദിക്ക്. ഈ പറയുന്ന റഹീമുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന PDP-യുടെ പ്രവർത്തകന്മാരും NDF-കാരും ഒക്കെ ആയി ബന്ധപ്പെട്ടവർ അവിടെ ഷിക്കുവ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കിയപ്പോൾ അവിടുത്തെ ആളുകൾ എന്നോട് പറഞ്ഞത്, അഷ്റഫ് തങ്ങളെ പോലുള്ള ആളുകൾ ആ സമയത്ത് വിളിച്ചിട്ട് പറഞ്ഞു, എത്രയോ മാസങ്ങൾക്ക് മുമ്പ് പോലീസ് സ്റ്റേഷനിൽ പോയി പറയാണ്, സ്പെഷ്യൽ ബ്രാഞ്ചിൽ പോയി പറയാണ്, ഇതാ ഇവിടെ ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവരെ സൂക്ഷിക്കണം, ഇവർ അപകടമാണ്, ഇവർ മഹല്ലത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരാണ്, കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരാണ്, ഇവർ തീവ്രവാദ ഗ്രൂപ്പുകളാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ പോലീസിനോട് സ്പെഷ്യൽ ബ്രാഞ്ചിനോട് ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളും പോയി പറഞ്ഞിട്ട് എന്താ ഈ റഹീമിനെ നിങ്ങൾ പിടിച്ചില്ല? ഒരു തവണയെങ്കിലും അയാളെ കസ്റ്റഡിയിൽ വെച്ച് അയാളുടെ രഹസ്യങ്ങളെ ചോർത്താവുന്ന ഒരു സംവിധാനം നിങ്ങൾ എന്തേ ഉണ്ടാക്കിയില്ല? നിങ്ങൾ പറയണം, എന്തേ ഉണ്ടാക്കിയില്ല? രാജ്യത്തെ സകല തീവ്രവാദികൾക്കും പലപ്പോഴായി നിങ്ങൾ സഹായം ചെയ്തു കൊടുത്തു. നിരവധി തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റ് ഒരു പബ്ലിക് പരിപാടി വെച്ചു മലപ്പുറത്ത്. അവർ സംപ്രേഷണം ചെയ്തു. മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അഭിമന്യനായ ടി മുഹമ്മദ് ബഷീർ സാഹിബ്, CPM-നെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീരാമകൃഷ്ണൻ, NDF-നെ പ്രതിനിധീകരിച്ചുകൊണ്ടോ ആരാ വന്നത്? ഇക്രാമുൽ ഹക്ക്. ആർക്കാ ഇക്രാമുൽ ഹക്കിനെ അറിയാത്തത്? എടരിക്കോട് പഞ്ചായത്തിൽ അദ്ദേഹം എങ്ങനെയാ പഞ്ചായത്ത് പ്രസിഡന്റായത്? ആരാ സഹായിച്ചത്? മലക്കുകൾ വന്ന് വോട്ട് ചെയ്തതാ? ലീഗ് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ? ആര് സഹായിച്ചു? ആരാന്ന് പറയടോ? ആര് സഹായിച്ചു? LDF-ന്റെ സഹായത്തോടുകൂടി ഡിവിഷൻ NDF-ന്റെ മെമ്പറായിരുന്ന ഇക്രാമുൽ ഹക്കിനെ ആ എടരിക്കോട് പഞ്ചായത്തിൽ പ്രസിഡന്റാക്കി വാഴിച്ചത് ഇവിടുത്തെ CPM അല്ലേ? ലീഗിന്റെ ഒരു റാത്തൽ ഇറച്ചിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തതല്ലേ? കാവന്നൂരിലെ ഷൗക്കത്ത് എപ്പാടോ വൈസ് പ്രസിഡന്റ് ആയത്? കഴിഞ്ഞതിന് മുമ്പ് കാവന്നൂരിലെ CPM പഞ്ചായത്ത് ഭരിച്ചു ശ്രീധരൻ മാഷ്. അവിടുത്തെ പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റായപ്പോ അവിടുത്തെ വൈസ് പ്രസിഡന്റായി വന്ന ഷൗക്കത്ത് ആരായിരുന്നു? NDF-ന്റെ ഡിവിഷൻ കൗൺസിൽ മെമ്പർ ആയിരുന്നില്ലേ? ആ ഷൗക്കത്തിനെ നിങ്ങൾ അവിടെ വാഴിച്ചില്ലേ? ഒറ്റപ്പാലത്ത് അവിടെയുള്ള നിങ്ങളുടെ ഒറ്റപ്പാലം റെയിൽവേ ഡിവിഷൻ CPM DYFI പ്രസിഡന്റ് ഷാജി അവിടുത്തെ ഡിവിഷനിലെ അവിടുത്തെ NDF-ന്റെ മെമ്പർ അല്ലേ? വിശദീകരിക്കാൻ കഴിയുമോ? ഇപ്പോഴുള്ള കാര്യമല്ലേ? എവിടെയൊക്കെ ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, NDF-ന്റെ പിടിക്കപ്പെട്ട ഏതെങ്കിലും ഒരാൾ, ഈ തീവ്രവാദവുമായി പിടിക്കപ്പെട്ട ഏതെങ്കിലും ഒരാൾ, രാജ്യത്തെ ഒറ്റുകൊടുത്തതിന്റെ പേരിൽ പിടിക്കപ്പെട്ട ഏതെങ്കിലും ഒരാൾ അഭിമന്യനായ പാണക്കാട് തങ്ങളുടെ ഈ പച്ചക്കൊടിയുടെ തണലിൽ വളർന്നു വന്നതാണെന്ന് തെളിയിക്കാനോ ആരോപിക്കാനോ ഒരു ചാനലുകാരനും ഒരു പോലീസുകാരനും ഒരു മീഡിയക്കാരനും സാധിച്ചിട്ടില്ല. അറിയോങ്ങള്? ഒന്നുകിൽ PDP-കാരൻ, അല്ലെങ്കിൽ ഇങ്ങോട്ട് തട്ടും NDF-കാരൻ, അല്ലെങ്കിൽ CPM-കാരൻ അല്ലേ? ഈ അവസ്ഥ ഉണ്ടാക്കിയത് ആരാണ്? നിങ്ങൾ അവരെ സഹായിച്ചത്. NDF വളർന്നു വരുന്നത് മലപ്പുറത്തല്ല, കണ്ണൂരിലാണ്, കൊടുങ്ങല്ലൂരിലാണ്. അവിടെ മുസ്ലിം ലീഗിനാണോ ഏറ്റവും വലിയ സ്വാധീനം? CPM പറയണം. നിങ്ങളുടെ ഈറ്റില്ലങ്ങളിൽ എങ്ങനെയാ ഇവർ വളരുന്നത്? അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അതാ ഞങ്ങൾ പറയുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവർക്ക് ആകാവുന്ന തരത്തിൽ, കഴിയാവുന്ന തരത്തിൽ, ഏതു സമയത്തും അവർ ഈ തരത്തിൽ കേരളത്തെ അപകടപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ അർത്ഥത്തിലും. അതാ ഞങ്ങൾ പറയണത്. ഞങ്ങൾക്കിതിൽ പങ്കില്ല, ഒരു കാലത്തും പങ്കില്ലെന്ന് മാത്രമല്ല, കഴിയാവുന്ന അവസരങ്ങളിലൊക്കെ 60 കൊല്ലവും തീവ്രവാദത്തെ ചെറുത്തവരാണ് ഞങ്ങൾ.
എനിക്ക് എൻ്റെ സഹോദരന്മാരോട് പറയാനുള്ളത്, ഇവിടെ അധ്യക്ഷം വഹിച്ചയാൾ, സ്വാഗതം പറഞ്ഞവർ പറഞ്ഞ ചില വാക്കുകളുണ്ട് രക്ഷിതാക്കളോട്. ഫയാസിൻ്റെ ഉമ്മയുടെ വാക്കുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. എന്താ ഉമ്മ പറഞ്ഞത്? എനിക്കാ മകൻ്റെ മയ്യത്ത് വേണ്ട. അത് പറഞ്ഞപ്പോൾ അവർക്ക് രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ട് തൻ്റെ മകൻ ചെയ്തിരിക്കുന്ന മഹാപാതകോർത്ത് അവരത് പറഞ്ഞു. പക്ഷേ അവരുടെ നെഞ്ചു പടക്കുന്നുണ്ടായിരുന്നു സഹോദരന്മാർ. നമ്മളൊക്കെ വാപ്പാരാണ്, നമ്മളുടെയൊക്കെ ഉമ്മമാർ, നമുക്കറിയാം, നമ്മളുടെയൊക്കെ ഭാര്യമാർ, നമ്മളുടെ മക്കൾ ഇല്ലേ, അവരെ നമ്മൾ എന്തിൻ്റെ പേരിൽ തള്ളിപ്പറയുമ്പോഴും ഹൃദയത്തിനകത്ത് ഒരു പൊട്ടലുണ്ടാകും. ഫയാസിൻ്റെ ഉമ്മ എൻ്റെ മകൻ്റെ ബോഡി വേണ്ട എന്ന് പറയുമ്പോഴും അവരുടെ മനസ്സിനകത്തിരുന്ന് മോനെ എന്ന് പറയുന്ന ഒരു കരച്ചിലുണ്ട്. അത് കേൾക്കണം നിങ്ങൾ. യൂത്ത് ലീഗ്, നിങ്ങളുടെ സഹോദരന്മാർ, നിങ്ങളുടെ അനുജന്മാർ, നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അതാണ്. നാട്ടിനകത്ത് വീട്ടിനകത്ത് ഈ ദുരന്തം വിതക്കുന്നവരെ നമ്മൾ കണ്ടറിയണം. അവരോട് ആക്ഷേപിക്കാനല്ല, അവരെ ഉപദേശിക്കണം. മക്കളാണെങ്കിൽ നിങ്ങൾ തിരുത്തണം, അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇസ്ലാമിൻ്റെ ശത്രുക്കളാക്കി അവരെ നമ്മൾ വളർത്തരുത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ മതത്തെ, കരുണയുടെ മതത്തെ, ആർദ്രതയുടെ മതത്തെ, സഹാനുഭൂതിയുടെ മതത്തെ, വിട്ടുവീഴ്ചയുടെ മതത്തെ, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഒരു മതത്തെ അപകീർത്തിപ്പെടുത്താവുന്ന ഒന്നിലും നമ്മളുടെ മക്കളെ നമ്മൾ പോയി പെടുത്തരുത്. എനിക്ക് നിങ്ങളോടുള്ള അപേക്ഷയാണ്. മുസ്ലിം ലീഗ് ഏത് കാലവും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ നേരാണ്, ഈ സത്യമാണ്. അതിന് ബലം നൽകാൻ നമുക്ക് കഴിയണം. കേരളത്തിലെ വർത്തമാന രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ പറയാൻ എൻ്റെ സുഹൃത്ത്, മനോഹരമായി പറയാൻ എൻ്റെ സുഹൃത്ത് സിദ്ദീഖ് അലി എൻ്റെ പിറകിലുണ്ട്. അതുകൊണ്ട് ഞാൻ നീട്ടണില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് തിരിച്ചറിയണം. കേരളത്തിൽ ഇതൊക്കെ വന്നത് ഒരൊറ്റ കാരണം നിങ്ങൾ പരിശോധിച്ചോ. ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് അമിതമായ വോട്ടിൻ്റെ ദുരാഗ്രഹം കടന്നു പിടിച്ചതാണ്. അതിൽ മുഖ്യമായി CPM ആണ് സമീപകാലത്ത് അത് വരുത്തിയത്. CPM എന്ന് പറയുന്ന ഒരു സംഘടന, ഞാൻ പറയട്ടെ, ആശയപരമായി അവർ ഈ തീവ്രവാദത്തെയൊക്കെ വളർത്തുന്നു എന്ന് പറയുന്നതിനോട് സാമാന്യബോധമുള്ള ഒരു മലയാളിക്ക് വിശ്വസിക്കാനാവില്ല, ഉറപ്പാണ്. പക്ഷേ CPM-ന്റെ ചില നേതാക്കന്മാർ ഇന്ന് ആ സംഘടനയെ ആ വഴിക്ക് തിരിച്ചുവിടുന്നു എന്നതാണ് വസ്തുത. വർത്തമാന കേരളീയ സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ, പരിരൂപപ്പെടുത്തുന്നതിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ നേതാക്കന്മാർക്ക്, AKGക്ക്, അഭിവന്ദനായ EMS-ന്, അഭിവന്ദനായ നായനാർക്കൊക്കെ ഒരു പങ്കുല്ല എന്ന് പറയാൻ മാത്രമുള്ള വിദ്യാസുരന്മാരൊന്നുമല്ല ഞങ്ങൾ. പക്ഷെ ഇന്നത്തെ നേതൃത്വം എവിടെയാണ്? സഖാവ് പിണറായി വിജയന്റെ നേതൃത്വം എവിടെയാണ്? നിങ്ങൾ പറയണം. ആർത്തിപ്പണ്ടാരങ്ങളായ കുറെ മന്ത്രിമാരും അവരുടെ കുറെ സഖാക്കളുമായിട്ട് ആശയബന്ധമില്ലാതെ തകർത്തു കളഞ്ഞു CPM-നെ. ഇല്ലേ? അങ്ങനെ ഒരു സാധനം ഉണ്ടോ? നിങ്ങൾ പറയും, എവിടെയുള്ളത്? കേരളത്തിൽ CPM-ന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറുള്ള സകല മേഖലകളിലും CPM-നെ കൈവിട്ട് ആളുകൾ കുടിയൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാ അത് നന്നാവുക? നിങ്ങൾ പറയും. അത്രയേറെ ഈ അടുത്ത് നമ്മളെ ആഭ്യന്തരമന്ത്രി ഇപ്പൊ പറഞ്ഞു, ആഭ്യന്തരമന്ത്രി ആരെയും കൂട്ടിയിട്ട്